ബി.ജെ.പി. തലസ്ഥാനത്ത് അധികാരത്തിലെത്തിയതോടെ ചില വാക്കുതർക്കങ്ങളും അവകാശവാദവും ശക്തി പ്രാപിക്കുകയാണ്. ഈ അവകാശവാദം എന്ന് പറയുമ്പോൾ ഒരു മുറിക്ക് വേണ്ടിയുള്ള അവകാശവാദം. ശാസ്തമംഗലം കൗൺസിലറായ ആർ ശ്രീലേഖയ്ക്ക് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ ഒരു മുറി വേണം. ശാസ്തമംഗലത്ത് തന്നെ നഗരസഭയുടെ ഹെൽത്ത് സെൻറ്റർ പ്രവർത്തിക്കുന്ന കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് എം.എൽ.എ. പി.എസ്. പ്രശാന്തിൻ്റെ ഓഫീസാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന നഗരസഭ നൽകിയ നഗരസഭയുടെ അധികാര പരിധിയിൽപ്പെടുന്ന പ്രദേശത്ത് അവർ നൽകിയ അനുമതി അനുസരിച്ചാണ് എം.എൽ.എയുടെ ഓഫീസ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. പക്ഷേ അവിടേക്ക് തൻ്റെ ഓഫീസ് പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആർ ശ്രീലേഖ കഴിഞ്ഞ ദിവസം പി.എസ്. പ്രശാന്ത് എം.എൽ.എയെ വിളിക്കുന്നത്. ഒഴിഞ്ഞു തരണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. കാരണം മറ്റൊന്നുമല്ല, ഒരു കൗൺസിലറുടെ ഓഫീസിന് പര്യാപ്തമായ തരത്തിലുള്ള സ്ഥല സൗകര്യങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ കുറവാണ്. അതുകൊണ്ട് പരമാവധി സൗകര്യത്തിന് വേണ്ടി ആ മുറി ഒഴിഞ്ഞു കൊടുക്കണം എന്ന ആവശ്യവും അവർ മുന്നോട്ട് വയ്ക്കുന്നു. ഇത് പിന്നീട് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയായി മാറുകയാണ്. രാഷ്ട്രീയ ചർച്ചയിൽ ഇടപെട്ടത് സാധാരണ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല, എം.എൽ.എമാരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇത് ഏറ്റുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പോരാ, അതിനെല്ലാം അപ്പുറത്തേക്കായി രാഷ്ട്രീയം കേരളത്തിൻ്റെ അതിർത്തി വിട്ട് യു.പിയിലേക്ക് വരെ പോയിരിക്കുന്നു, ഗുജറാത്തിലേക്ക് വരെ പോയിരിക്കുന്നു. അതായത് ഗുജറാത്തിലെയും യു.പിയിലെയും സംസ്കാരം ഇവിടെ നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് വരെ ആണ് ഇടത് എം.എൽ.എമാരും മന്ത്രിമാരും പറയുന്നത്. എന്തായാലും ഇരുവരും ഇന്ന് ഒരുമിച്ച് ഓഫീസിൽ ഒത്തുചേർന്നു, പരസ്പരം പ്രശ്നങ്ങൾ പറഞ്ഞു. പക്ഷേ പരിഹാരം ആയില്ല. ഇനി ഈ ചർച്ച വലിയ തരത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഇരുകൂട്ടരും രണ്ട് ചേരികളിൽ മാറി നിന്നുകൊണ്ട് വലിയ തരത്തിലുള്ള തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും എം.എൽ.എ. പി.എസ്. പ്രശാന്ത് ഓഫീസ് ഒഴിയാൻ ഒരു സാധ്യതയുമില്ല. മാർച്ച് വരെ അദ്ദേഹത്തിന് അവിടെ ഓഫീസ് തുടരുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം അതല്ല, ഈ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് അപ്പുറത്ത് മറ്റൊരു അധികാരവും എം.എൽ.എക്കില്ല. ആ ഓഫീസ് ചെറിയ സ്ഥലത്ത് മാത്രമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി അവിടെ നിന്ന് ഒഴിയണം എന്ന അവകാശവാദം ആർ ശ്രീലേഖ ഉന്നയിക്കുമ്പോഴും ഇവർ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മേയർ ഉൾപ്പെടെയുള്ള അധികാര കേന്ദ്രങ്ങൾ ഏതു തരത്തിലുള്ള അവകാശമാണ് എം.എൽ.എക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് പരിശോധിക്കുവാൻ മേയർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്തരം വിവാദങ്ങൾ ശക്തി പ്രാപിച്ചപ്പോഴും മേയർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് കാര്യങ്ങൾ പരിശോധിക്കട്ടെ, പഠിച്ചതിന് ശേഷം അഭിപ്രായം പറയാമെന്ന്. പക്ഷേ ഈ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരും ഇതിനും അപ്പുറത്തേക്ക് ഇതിൻ്റെ തലങ്ങൾ കുറച്ചുകൂടി വലുതാകും എന്നുള്ളത് ഉറപ്പാണ്. യാതൊരു കാരണവശാലും CPIM ഒരു വിധത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകില്ല. ഓഫീസ് ഒഴിയത്തില്ല, ഓഫീസിൽ നിന്ന് പിന്മാറുകയും ഇല്ല. ശ്രീലേഖയാകട്ടെ അവിടെ തന്നെ ഓഫീസ് പ്രവർത്തിപ്പിക്കും എന്ന വാശിയിൽ നിൽക്കുമ്പോൾ എന്തായാലും അവർക്ക് BJPയുടേതായ ഒരു പിൻബലം എപ്പോഴും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പുമാണ്. അങ്ങനെ ഇരു കൂട്ടരും പോരിന് തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യം നഗരത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ വന്നിരിക്കുന്നു. സാധാരണഗതിയിൽ വികസന പ്രവർത്തനങ്ങളുമായി ഉള്ള പ്രവർത്തനങ്ങൾക്കും മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകും ചില പ്രശ്നങ്ങൾ, പ്രതിസന്ധികളാണെങ്കിൽ ഇവിടെ അവകാശവാദങ്ങളുടെ പേരുള്ള തർക്കങ്ങളാണ് തുടക്കത്തിൽ ആദ്യ ആഴ്ചയിൽ തന്നെ മേയർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഏത് പ്രശ്നമായാലും പരിഹരിക്കാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസം മേയർക്കുണ്ടെങ്കിൽ പോലും ഒരു വശത്ത് CPIMും ഒരു വശത്ത് സ്വന്തം പാർട്ടിയായ BJPയുമാണ്. BJPയെ വിട്ട് മേയർക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. CPIMനെതിരെ വലിയ തരത്തിലുള്ള തർക്കങ്ങൾ ഉന്നയിക്കാൻ പറ്റില്ല. കാരണം ജനകീയമായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹം മേയർക്കുണ്ടെങ്കിൽ തന്നെയും ആർ ശ്രീലേഖ പിടിച്ച പിടിയാൽ ആ ഓഫീസിൽ തന്നെ നിലനിൽക്കും, അല്ലെങ്കിൽ തൻ്റെ ഓഫീസ് തുറക്കും എന്ന് പറഞ്ഞ് ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. BJP അതിന് പിന്തുണ നൽകുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തലസ്ഥാനത്ത് മറ്റൊരു രാഷ്ട്രീയ പോരിലേക്ക് കാര്യങ്ങൾ നീങ്ങും. തൽക്കാലം വാക്പോരാകും, അത് പിന്നീട് വലിയ തരത്തിൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്തായാലും നിയമപരമായി നീങ്ങാൻ നഗരസഭ തയ്യാറെടുക്കും. അത് ശ്രീലേഖ ഉൾപ്പെടെയുള്ളവർ ഈ അവകാശവാദം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിയമപരമായി മുന്നോട്ട് നീങ്ങും. നിയമപരമായി മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്തും അതിന് തന്നെ നീക്കം തുടങ്ങും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ MLAയും നഗരസഭയും തമ്മിലുള്ള ഒരു നിയമ പോരാട്ടത്തിലെത്തിയാൽ തന്നെയും അതിൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല. രാഷ്ട്രീയപരമായി ഇതിനെ എന്തുമാത്രം വലിച്ചിഴയ്ക്കാൻ കഴിയുമോ, നേട്ടമുണ്ടാക്കാൻ കഴിയുമോ, അതുതന്നെയായിരിക്കും ഇരു കൂട്ടരും ആഗ്രഹിക്കുന്നതും ഇരു കൂട്ടരും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതും. കാരണം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. NDAക്ക് തിരുവനന്തപുരത്ത് പ്രതീക്ഷനപ്പുറത്തേക്കുള്ളൊരു വിജയത്തിലെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഇനി തൊട്ട് പിന്നാലെ വരാൻ പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തരം പ്രശ്നങ്ങൾ
അതായത് ഒരു MLAക്ക് പോലും ഇവിടെ ഓഫീസ് തുറക്കുവാൻ കഴിയുന്നില്ല എന്നുള്ള വാദഗതികൾ ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തീർച്ചയായിട്ടും CPIM തയ്യാറെടുക്കും. ഇത്തരം വിഷയങ്ങളൊക്കെ തന്നെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പ്രശ്നങ്ങളാക്കി ഉന്നയിച്ചു കൊണ്ടുപോകാൻ CPIM തയ്യാറെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആശയപരമായി അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വളരെ വിദഗ്ധമായി ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിന് പകരം പാർട്ടിയോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെയോ ഇടപെടുത്തിക്കൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം നേരിട്ട് സംസാരിച്ചതാണ് ഒരു പരിധിവരെ പ്രശ്നത്തിന് കാരണമെന്നാണ് പലരും പറയപ്പെടുന്നത്. പലരും എന്ന് പറയുമ്പോൾ രാഷ്ട്രീയപരമായി ഈ രംഗത്ത് പ്രവർത്തിച്ച് പരിചയമുള്ളവർ പറയുന്നത് ഇത്തരത്തിൽ ഒരിക്കൽ പോലും ഒരു കൗൺസിലർ ഒരിക്കൽ പോലും MLA വിളിച്ചിട്ട് സ്ഥലപരിമിതിയുണ്ട്, അതുകൊണ്ട് ഓഫീസ് മാറണം എന്ന് പറയേണ്ട കാര്യമില്ലായിരുന്നു. അവിടെ അവർക്ക് അധികാര കേന്ദ്രങ്ങളുണ്ട്. ആ അധികാര കേന്ദ്രത്തിൽ നഗരസഭയുടെ ഓഫീസിലെത്തിക്കൊണ്ട് തനിക്ക് ഓഫീസ് തുറക്കുന്നതിന് പര്യാപ്തമായ സ്ഥല സൗകര്യം വേണമെന്ന് കൃത്യമായി രേഖാമൂലം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് സ്ഥലമുണ്ട് എന്ന് കഴിഞ്ഞാൽ അവർക്ക് അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുമായിരുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൗൺസിലറുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ പാർട്ടി കൂടെ ഇടപെട്ടിട്ടാണോ ഇത്തരത്തിലൊരു നീക്കം എന്നുള്ളതൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും കൃത്യമായ ഒരു അധികാര പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു അധികാര തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. നല്ലൊരു വികസനം പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നല്ലൊരു വികസനം ഈ പുതിയ NDA വിഭാഗത്തിൽ നിന്നും അല്ലെങ്കിൽ തലസ്ഥാനം ഭരിക്കാനെത്തിയ NDA കേന്ദ്രങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പക്ഷേ അതിനൊക്കെ ഒരു കല്ലുകടിയായി മാറുകയാണ് കേവലം ഒരു ഓഫീസിന് വേണ്ടിയുള്ള ഇത്തരത്തിലുള്ള അവകാശവാദങ്ങൾ.